ഞാനിപ്പോ പോകുന്നത് ഗാസയിലോട്ടാണ്. അതിന്റെ അപ്പുറം ഫുള്ള് ബുള്ളറ്റും സംഭവങ്ങളും. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒക്ടോബർ 7 ഹമാസ് വന്ന് കൊലപ്പെടുത്തിയ ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ ഇല്ലേ, നോവ മ്യൂസിക് ഫെസ്റ്റിവൽ, അവിടെയാണ്. ആ ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കേരള. You bastard. You going to work? Okay, all the best. പുള്ളിക്കാരൻ 651,000 followers. ഇവിടെ ഉള്ള ഒരു പെൺകുട്ടി. What do you want to say? Good luck on your way on traveling, and you continue to meet nice people everywhere. Tudaraba. Like I said. Hi. Have a good time for everything. Tudaraba. Bye. ഇവരാരാണെന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഞാനിപ്പോ അഷ്കലാണെന്ന് പറയുന്ന പുതിയൊരു സ്ഥലത്തോട്ട് പോവാണ്. ഗാസയ്ക്ക് അടുത്താണ് കേട്ടോ ഞാനിപ്പോ പോകുന്നത്. ഇവരാരാണെന്ന് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ പോയി നോക്കുക കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനങ്ങനെ ഹിച്ച് തുടങ്ങിയിരിക്കുവാണ്. ഹിച്ച് ചില സമയത്ത് ഭയങ്കര പാടാ, ചില സമയത്ത് ഭയങ്കര ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇസ്രായേലില് അത് സീസൺ ആണോ എന്തോ എനിക്കറിയില്ല കേട്ടോ, ചില സമയത്ത് ഭയങ്കര ഈസിയാ. അമേരിക്ക? നോ നോ നോ, ഇന്ത്യ. ഇന്ത്യ ഇന്ത്യ. എന്നെ കണ്ടിട്ട് അമേരിക്കക്കാരനെന്ന് തോന്നുന്നുണ്ടോ? നീ അമേരിക്ക. ഇന്ത്യ ഇന്ത്യ. Me Americano. India. Black brown. India. Sangam. Amitabh Bachchan. Oh. Me Amitabh Bachchan. Shah Rukh Khan. Yeah. You know Shah Rukh Khan? പുള്ളിക്കാരൻ ഇംഗ്ലീഷ് തന്നെ അറിഞ്ഞൂടാ. പുള്ളിക്കാരൻ only Hebrew. No Hebrew. No Hebrew? No Hebrew. അതെ. Tudaraba. ഞാൻ ഓരോ ബസ് സ്റ്റോപ്പ് സോറി ഞാൻ ഓരോ ബസ് സ്റ്റോപ്പുകളായിട്ട് ലിഫ്റ്റ് അടിച്ച് പോവാണ്. സലാം. You're an IDF? Yeah. Oh, you going to work? Okay, all the best. പുള്ളിക്കാരൻ You so powerful. വേറെ പട്ടാളക്കാരന്മാര് കൊറിയല്ലോ. ഞാനിനി അടുത്ത എന്റെ ലിഫ്റ്റ് അടിയിൽ തുടങ്ങട്ടെ. Wow. What? No idea. There's no idea. അത് IDF-ന്റെ അല്ല, മറ്റേ അല്ലാത്ത പറക്കുന്ന വിമാനമാണ് കേട്ടോ. ഞാനൊരു ബസ്സിൽ കയറി യാത്ര ചെയ്യുവാണ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ബസ്സിൻ്റെ കാർഡിൻ്റെ പൈസ തീർന്നു കേട്ടോ. പൈസ തീർന്നപ്പോൾ ഇവർക്ക് ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. ഏകദേശം 17 ഷെക്കലാണ്. 17 ഷെക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 350-400 രൂപ അടുപ്പിച്ച് വരുമെന്ന് തോന്നുന്നു. ലാസ്റ്റ് പൈസ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഉള്ള ഒരു പെൺകുട്ടി പുള്ളിക്കാരിയാണ് കേട്ടോ പൈസ കൊടുത്തത്. എന്നിട്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ചില്ല കേട്ടോ. എനിക്കൊന്ന് IDF-ലോട്ട് പോകുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ്, ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിലുള്ള ആളുകൾ എനിക്ക് തോന്നിയത് അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ സെദ്രോത്ത്. ഇവിടെയാണ് കേട്ടോ ഹമാസ് വന്ന് അറ്റാക്ക് ചെയ്ത് ഇവരെ കുറേ ആക്രമിച്ച ഒരു വലിയൊരു സിറ്റിയാണ് ഈ കാണുന്നത്. ഈ കാണുന്ന പ്ലേസ് ആണ് കേട്ടോ. ഈ കാണുന്ന സ്ഥലമാണ് ഈ കാണുന്ന സിഗ്നൽ. നമ്മുടെ സെദ്രോത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സെദ്രോത്തിലോട്ട് വന്നിട്ടുണ്ട്.
ഈ കാണുന്ന പ്ലേസില്ലേ, ഇത് ആർമിക്കാർക്കൊക്കെ ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ആർമിക്കാർക്ക്, പട്ടാളക്കാർക്ക് എല്ലാം ഫ്രീ ആണ് കേട്ടോ. അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ ഇവര് നാടിന് വേണ്ടി പോരാടുന്നതാണ്. ഈ നാട്ടിൽ ഇങ്ങോട്ട് കയറാൻ വേണ്ടി ചെക്ക് പോയിന്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. വാട്ട് ഈസ് യുവർ നെയിം? താങ്ക് യു സോ മച്ച് മാൻ. പുള്ളിക്കാരനാണ് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഈ ഹമാസ് ഹമാസ് കുറച്ച് കാര്യങ്ങൾ കുറച്ച് കൂടുതൽ ഓവറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് അക്രമം ഒരിക്കലും മറ്റൊരു ഇതിനെ അക്രമം ആവില്ലല്ലോ. അതായത് ഹമാസ് കുറേ ആളുകൾ മരണം സംഭവിച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ വേറെ ഷൂട്ട് ഔട്ടിൽ കാര്യങ്ങളിൽ എല്ലാം കുറേ പേര് മരിച്ചിട്ടുണ്ട് കേട്ടോ. ഹമാസ് നോവ ഫെസ്റ്റിവൽ അറ്റാക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന നഗരത്തിലോട്ടാണ് വന്നിട്ട് ഇവിടെ ഉള്ള പല ആളുകളെ കിഡ്നാപ്പ് ചെയ്യുകയും ഇവിടെ നിന്ന് ആളുകളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഈ കാണുന്ന വഴികളിലൂടെയൊക്കെ ആയിരുന്നു. ഈ കാണുന്നതൊക്കെ നമ്മുടെ സിറ്റിയിലോട്ട് കയറിയ എൻട്രി പോയിന്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഹമാസ് തീവ്രവാദികൾ കയറിയത് ഈ ഒരു ഭാഗത്തൂടെ ആയിരുന്നു. What else you want to say? Nice place. Okay. The service, the place is safe. And I tell you, come travel in Israel. പുള്ളിക്കാരൻ പറയുന്നത് ഇസ്രായേലിലോട്ട് വന്ന് യാത്ര ചെയ്യാനാണ്. ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യും കേട്ടോ. അതായത് ഇപ്പം യുദ്ധത്തിൽ വരണമെന്നല്ല പറഞ്ഞത്, എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് വന്നിട്ട്, ഇസ്രായേൽ മാത്രമല്ല ഈ രണ്ട് രാജ്യങ്ങളും നിങ്ങൾ പോകണം. ഇസ്രായേലിലെ ആളുകളെയും മനസ്സിലാക്കണം, അപ്പുറത്തുള്ള ആളുകളെയും മനസ്സിലാക്കണം. ഇസ്രായേലിൽ നല്ല ആക്ച്വലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളുണ്ട്. എൻ്റെ അടുത്തൊരു പയ്യനാണോ മറ്റേ ദിന എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടിലെ ഒരു ജൂയിഷ് പെൺകുട്ടി. അപ്പോൾ അവൾ പറഞ്ഞ കാര്യമുണ്ട്. അതായത് ഇവർ പല യൂറോപ്പിൽ നിന്നും പല ഭാഗത്ത് വന്നാലും ഇവർ അറബ്സിൻ്റെ കൂടെ വന്ന് അറബ്സിൻ്റെ സ്ഥലത്ത് വന്ന് മിക്സ് ചെയ്ത് അവരുടെ കൾച്ചറുമായിട്ട് വന്ന് കുറച്ച് ഹോസ്പിറ്റാലിറ്റി ഉണ്ട്, കുറച്ച് ജനറോസിറ്റി ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളുകളാണ് കേട്ടോ. ഒരു ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ ഇസ്രായേലീസ് അത്യാവശ്യം കുറേ പേരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പൊളിറ്റിക്സ് ഒഴിച്ചാൽ ബാക്കി സ്റ്റീരിയോ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി നൈസാണ് കേട്ടോ. ഒക്ടോബർ 7 ഹമാസ് വന്ന് അറ്റാക്ക് ചെയ്ത ഒരു പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. ആ പോലീസ് സ്റ്റേഷൻ ഇരുന്ന സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം. അതായത് ഈ കാണുന്ന സ്ഥലം ആ പോലീസ് സ്റ്റേഷനെല്ലാം അവർ അപ്പാടെ തുടച്ച് നീക്കിയിട്ട് ഇവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ഒരു ഗാർഡൻ ആക്കിയിട്ട് മാറ്റിയിട്ട് അതിൻ്റെ ഒരു മോണുമെൻറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ പോലീസ് സ്റ്റേഷനിലാണ് കേട്ടോ ആദ്യം ഹമാസ് വന്ന് അറ്റാക്ക് ചെയ്ത്. ഇവിടെ കുറേ ആളുകളുണ്ട് കേട്ടോ. ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്കുള്ള ക്ലാസ്സും അതിൻ്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഇതാണ് കേട്ടോ. ധാരാളം ആളുകളതോ ഇതൊക്കെ ഓരോ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. സ്കൂളിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഈ സ്ഥലം കാണിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരെക്കുറിച്ച് ഇത്രയും എന്ത് സംഭവിച്ചു അവരുടെ നാട്ടിൽ എന്ന് ഇതുവഴി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് കേട്ടോ. പല ആളുകളെ പല ഓർഗനൈസേഷനൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന കാഴ്ചയാണ്. അവിടെ ഇസ്രായേലിൻ്റെ നാഷണൽ ആന്തം അവർ പാടിക്കൊണ്ടിരിക്കുക. പുള്ളിക്കാരൻ പറഞ്ഞത് 25 ഹമാസ് മെമ്പേഴ്സ് ഈ ഒരു സ്ഥലത്തോട്ട് വന്നു. എന്നിട്ട് ഈ പോലീസ് ഡിസ്ട്രിക്ട് കമാൻഡ് ഡിസൈഡ് ഡ്യൂ ടു IDF ടാങ്ക്, ഈ പോലീസിൻ്റെ IDFൻ്റെ ടാങ്ക് ഉപയോഗിച്ചിട്ട് ഇവിടെ ഉള്ള ബിൽഡിങ്ങുകളെല്ലാം തകർത്തു. അതിൻ്റെ ഒരു മോണുമെൻ്റാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ എത്ര പോലീസുകാർ മരിച്ചു, ആ പോലീസുകാരുടെ നമ്പറിന് അനുപാതമായിട്ടുള്ള സ്റ്റിക്കുകളാണ്. ഇവിടെ പല ഭാഗത്ത് ഇവർ ടൂറായിട്ട് വന്നാണ്. ഇവിടെ പോലീസുകാർ ഇതിൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പല ആളുകൾക്കും. ഇത് സ്കൂൾ കുട്ടികളാണെന്ന് തോന്നുന്നു. ഇവിടെ ടൂർ ഗൈഡായിട്ട് പല ആളുകൾ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ്, അതിലവർ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ കുറേ കോട്ടുകളാണ് കേട്ടോ. ബിഹോൾഡ് ദ പീപ്പിൾ റൈസ് അപ്പ് ലൈക്ക് എ യങ് ലയൺ, ദേ റൗസ് ദംസെൽഫ് ലൈക്ക് എ ലയൺ. പുള്ളിക്കാരൻ പോയ കേട്ടോ. ഇവിടെ താണ്ടെ ഈ കാണുന്നതാണ് ഇവിടുത്തെ കഥയെ വരച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഇത് ഇസ്രായേലിന്റെ ഫ്ലാഗ്, അതെനിക്ക് തോന്നുന്നു പോലീസിന്റെയും പട്ടാളത്തിന്റെയൊക്കെ ഫ്ലാഗാണെന്ന് തോന്നുന്നു. ഇവര് ഈ ഹമാസ് ടാങ്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പോലീസ് സ്റ്റേഷനിട്ട് വെടിവെച്ചു. എന്നിട്ട് കുറേ പോലീസുകാരെ ആദ്യം കീഴ്പ്പെടുത്തി, എന്നിട്ട് അവരുടെ വേഷങ്ങളൊക്കെ എടുത്ത് ബാക്കി അവർ ആൾമാറാട്ടം നടത്തി ഇതാക്കിയതാണ്. ഇവിടെ നമ്മുടെ ഒരു മോണുമെന്റ്, ഒരു ചെറിയൊരു ഫ്ലവറും, പിന്നെ എനിക്ക് തോന്നുന്നു ഇത് മരിച്ചവരുടെ പേരായിരിക്കണം. അതായത് ഇവരുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ ആളുകളുടെ പേരാണ് കേട്ടോ. അതായത്
അതായത് വീരമൃത്യു വന്ന ആളുകളുടെ പേരൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ യഥാർത്ഥ മോണുമെന്റ്. ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു കയറിയ തീവ്രവാദികൾ 7-ാം തീയതി ഒക്ടോബറിന് 6:45 ഇവരുടെ സ്ഥലത്തോട്ട് ഈ സിറ്റിയിലോട്ട് കയറി. അതിന്റെ കുറച്ച് പിക്ചറാണ് കേട്ടോ. ഹമാസ് സിറ്റിയിലോട്ട് കയറിയതിന്റെ കുറച്ച് ചിത്രങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നീട് വരുന്ന വഴി ഞാൻ നേരത്തെ കാണിച്ച ബസ് ഇറങ്ങിയ സ്ഥലം ഇതാണ് കേട്ടോ. അവിടത്തുള്ള അറ്റാക്കും സംഭവങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പല ബിൽഡിങ്ങിലെയും അന്ന് വന്ന നമ്മുടെ കുറെ തോക്കിന്റെ ബുള്ളറ്റിന്റെ ഇതൊക്കെയാണ് കേട്ടോ ആ മതിലുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സെദ്രോസ് പോലീസ് സ്റ്റേഷൻ നിന്ന സ്ഥലത്തിന്റെ അതിന്റെ റൂയിന് ആയിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. അതിന്റെ റൂയിൻസിലാണ് ഈ സ്ഥലം ഇപ്പോൾ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. മരിച്ച ആളുകൾക്ക് വേണ്ടിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം നിർമ്മിച്ചത്. ഇവിടെയാണ് നമ്മുടെ ആ പോലീസ് സ്റ്റേഷൻ നിലനിന്നിരുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. ആ സ്ഥലം അവർ ഫുള്ളായിട്ട് മാറ്റി ഇതാക്കി മാറ്റിയിരിക്കുകയാണ്. മരിച്ച ആളുകളുടെ പേരാണ് കേട്ടോ ഇതിൽ. അവരുടെ രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ട ഈ പുള്ളിക്കാരി നെറ്റി ബോട്ടിലാണ് ജനിച്ചത്. അങ്ങനെ കുറേ ആളുകൾ, ഇവരെല്ലാവരും ഇവിടുത്തെ പോലീസുകാരും ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഒരു നിര ആളുകളുടെ പേരും അവരുടെ കഥകളൊക്കെയാണ് ഇവിടെ കുറിച്ച് വെച്ചിരിക്കുന്നത്. I'm from India. No, I don't believe you. I'm from India. Where in India? I'm from Bombay. Bombay? Yes. Okay, I will not say you where I am from, but I am going to give you some hint, okay? I'm going to speak my language and you are going to guess where I am from, okay? No. Look, I come here to Israel when I was Small. 3 years old, and my family come from Bombay. Bombay. We come here 1967. 1967. I am from, Kochini place. Whoa, Kerala. Yeah. You bastard. Really? Yeah. From Kerala. I'm from Kerala. So what you doing in Israel? I'm traveling. Really? Yeah. അതൊരു മനുഷ്യൻ കേട്ടോ. I don't believe you. You have to believe me. I show you. Okay. പുള്ളിക്കാരൻ ഇന്ത്യൻ ജീവ് ആണ് കേട്ടോ. അപ്പൊ ഇസ്രായേലിൽ കഴിഞ്ഞ കല്യാണമുണ്ട് കേട്ടോ. അവർക്ക് ഇപ്പോഴും ഇന്ത്യൻ ട്രഡീഷൻ ഉണ്ട് കേട്ടോ. അതാ വാവ് വാവ്. പുള്ളിക്കാരെല്ലാം കുറെ നേരമായിട്ട് അടിക്കുക. സന്തോഷം കൊണ്ട് അടിക്കുന്നതാണ് കേട്ടോ പാവം. You escape. What? You escape from Arabs. I don't understand. No, you went to synagogue. I go to the synagogue with my friends, and then the Arabs come to the synagogue and start to shoot, and they kill my friends. They kill, and I go to the table, and so then don't see me, and they go. But they kill my friends, and other friends kill, and my daughter, my Sister daughter, beautiful Indians. She go to the Nova festival and kill many children there. They just very young. 18. How much is it? 18, 10 and 8. 18, yes. She very young. Yeah. So they kill many friends. I'm sorry. Never mind. We hope. God bless you. So give me your phone. Yeah. I want invite you to dinner in my house. Oh, תודה רבה. So when I can come, when I invite you? Maybe next time when I come to your country. No. Before you go to India, you eat my house dinner. Where is your house? In Sderot. In Sderot. Here? From I take you from Sderot. Thank you so much. Thank you. It's my honor to know you. It's my honor too. I am happy to know you. Yeah. Thank you so much. I help you because you my guest. I help you. Oh, എൻ്റെ അമ്മോ പുള്ളിക്കാരൻ. תודה רבה. Take care. Bye. പുള്ളിക്കാരൻ ഇതാ ഇവിടെ നമ്മുടെ ഹമാസ് കൊലപാതകം നടത്തിയതും തട്ടിക്കൊണ്ടുപോയതുമായിട്ടുള്ള അങ്ങനെ ആളുകളുടെ ഓരോ ചിത്രങ്ങളും സംഭവങ്ങളൊക്കെയാണ്. ഞാനിപ്പോ പോകുന്നത് ഗാസയുടെ ബോർഡറിലോട്ടാണ്. ഗാസയിലോട്ടാണ്. ഇവിടെയും അവർ കുറേ ചിത്രങ്ങളും ഈ പുള്ളിക്കാരിയുടെ
പെൺകുട്ടിയുടെ ഇത് ഞാൻ പലയിടത്തും കണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ബോംബ് ഷെൽട്ടറാണ്. ഇത് കണ്ടില്ലേ, ഫുള്ള് ബുള്ളറ്റും സംഭവങ്ങളും. ഇതാ ഇവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചിരിക്കുവാണ്. ഇവിടെ ഫുള്ള് ഇതാ വെടിവെച്ചതിൻ്റെ സംഭവങ്ങളും ഇതൊക്കെയാ. ഈ കാണുന്നതാണ് നമ്മുടെ ഗാസ ബോർഡർ. അതിന്റെ അപ്പുറത്താണ് കേട്ടോ നമ്മുടെ ഗാസ. ഞാനിപ്പോ വന്നിട്ടുള്ളത് മരണപ്പെട്ട നമ്മുടെ നോവ മ്യൂസിക് ഫെസ്റ്റിവൽ ഇല്ലേ, അതിന്റെ തൊട്ടടുത്തായിട്ടാണ്. ഇവിടുന്ന് ഏകദേശം കുറച്ച് കിലോമീറ്റർ പോയാൽ നമ്മുടെ ആ ഒരു പ്രദേശമാണ്. ഐ എം ഫ്രം ഇന്ത്യ ടു ദ അറബ. ഇസ്രായേലി ഹൈ. How long you have been in Israel? Now 2 weeks. 2 weeks. ഈ കാണുന്ന ഭാഗത്താണ് നമ്മുടെ മ്യൂസിക് ഫെസ്റ്റിവൽ നടന്നത്. അതായത് നമ്മുടെ നോവ മ്യൂസിക് ഫെസ്റ്റിവൽ നടന്ന് പല ആളുകളെയും കൊന്നൊടുക്കിയ സ്ഥലം ഈ കാണുന്ന സ്ഥലമാണ്. ഇതാണ് കേട്ടോ നമ്മുടെ റീം ഗ്രോവ് മെമ്മോറിയൽ സൈറ്റ്. ഒക്ടോബർ 7, 2023 മെമ്മോറിയൽ സൈറ്റാണ് ഇത്. നമ്മുടെ ബീരി ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു നമ്മുടെ ഗാസയുടെ അടുത്താണ് കേട്ടോ. ഗാസ ബോർഡറിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഭാഗമാണ്. ഇവിടെ ഞാൻ കണ്ട ഈ ഒരു രാജ്യത്തിന്റെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ, അതായത് ഇവരിങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ആളുകൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവിടുത്തെ ഹിസ്റ്ററിയും അവിടെ ആളുകൾ എങ്ങനെ ക്രൂരമായിട്ട് അവരുടെ ആളുകളെ കൊന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞു കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ സ്വാഭാവികമായിട്ടും ഇവർ തന്നെ കോളേജ് വഴിയായിട്ടും സ്കൂൾ വഴിയായിട്ടും ആളുകളെ കൊണ്ട് കാണിച്ചിട്ട് അവരുടെ ആളുകളിൽ തന്നെ ഒരു പക നിറയ്ക്കും കേട്ടോ. പകയും ഒരു വിദ്വേഷവും ഇതൊക്കെ നിറയ്ക്കും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആളുകൾ കൂടുതലായിട്ട് എന്താ പറയുക, മിലിറ്ററിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകും, അവരുടെ രാജ്യത്തിന് വേണ്ടി പൊരുതാൻ വേണ്ടി പോകും. അത് അവരെ ഒരു പരിധി വരെ സഹായിക്കാറുണ്ട്. ഇതെന്താണെന്നോ എനിക്ക് മനസ്സിലായില്ല. കിണറാണോ? എന്തുമാത്രം ബസ്സുകളും കാറുകളൊക്കെയാ പോണേന്ന് നിങ്ങൾ നോക്കിക്കേ. ഈ ഒരു ഭാഗത്തോട്ട് അത്രയ്ക്ക് സഞ്ചാരികളുടെ മേളമാണ് ഈ ഒരു സംഭവം കാണാനായിട്ട്. ഇവിടെ മറ്റൊരു ബ്രിങ് ദം ഹോം നൗ എന്ന് പറയുന്ന ഒരു ചെറിയ എഴുത്തും അതിനുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് നടന്നു പോവാണ്. ഏതെങ്കിലും ലിഫ്റ്റ് കിട്ടിയതെങ്കിൽ കൊള്ളായിരുന്നു. ഇത് കുറേ ഉണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഞാൻ നമ്മുടെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി നമ്മുടെ കുളു മണാലിയിൽ പോലും ഇത്ര തിരക്ക് കണ്ടിട്ടില്ല. അത് ഞാനൊരു ഇതോടെ പറയുവാണ് കേട്ടോ, അതിശോക്തിയോടെ പറയുവാണ്. അത്രയ്ക്ക് ബസ്സുകളും ആളുകളും. അന്നത്തെ ഇതൊക്കെ വെച്ച് അന്ന് ഇതിന് ധരിച്ചിരുന്ന ടീഷർട്ടൊക്കെ വെച്ച് അതിൻ്റെ കുറച്ച് മോണുമെൻറ്റ്സ് ഒക്കെയാണ്. മരിച്ച ആളുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. ഇവിടെ ഗൈഡ് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുവാണ് അവർക്ക്. അന്നത്തെ അവരുടെ വാട്സപ്പ് ചാറ്റുകൾ, അതായത് എനിക്കൊന്ന് അവർ പേടിച്ചിരുന്ന് മെസ്സേജ് അയച്ച കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കണം. ഒളിച്ചിരുന്ന തടവറകൾ, ഗാർബേജിൻ്റെ അകത്തൊക്കെയാണ് കേട്ടോ അവർ ജീവന് പേടിച്ച് ഇരുന്നത്. ഈ ട്രാഷ് എല്ലാം അന്നത്തെ അവരതുപോലെ നിലനിർത്തിയിരിക്കുന്ന കാഴ്ചയാണ്. എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കാനും എല്ലാത്തിനും ആളുകളുണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ. ഇത് ഗാർബേജിൻ്റെ ഇതായിരുന്നു. ഈ കാണുന്നില്ലേ, ഈ ഒരു സംഭവമായിരുന്നു കേട്ടോ അന്ന് യഥാർത്ഥ ഗാർബേജിൻ്റെ ഒരു ട്രാഷിൻ്റെ ഒരു സംഭവമായിരുന്നു. അത് അവർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം. ഈ കാണുന്നതാണ് കേട്ടോ അന്നത്തെ കുറച്ച് പിക്ചേഴ്സ്. അതാണ് കുറേ ബോംബുകൾ വീണതും അവരെങ്ങനെ അറ്റാക്ക് ചെയ്ത ഇത് അന്നത്തെ ഒരു ചെറിയ ചിത്രങ്ങളാണ്. ഗാർബേജ് ഇവിടെ ഇതിൻ്റെ അകത്തൊക്കെ പല ആളുകളും ഒളിച്ചിരുന്നു ജീവന് വേണ്ടി. ഏകദേശം 16 പേരോളം ആദ്യത്തെ ഷൂട്ടിങ്ങിൽ 9:20 മരിച്ചു. അവർ ഹൈഡ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നീട് പോലീസ് എന്തോ ഇവിടെ എത്തിയപ്പം വീണ്ടും ഷൂട്ട് തുടങ്ങി. അങ്ങനെ 16 പേരോളം മരിച്ചു. പിന്നീട് അത് കഴിഞ്ഞ് വീണ്ടും ഉണ്ടായ വേറൊരു ഷൂട്ടിൽ 1, 2, 3, 4, 5, 6, 7, 8, 10 അടുപ്പിച്ച് ആളുകൾ അതിനുശേഷമുള്ള ഷൂട്ടിങ്ങിൽ 11:47 എന്തോ ഉള്ള ഒരു ഷൂട്ടിങ്ങിന് മരിച്ചു. കറക്റ്റ് ഡാർക്ക് ടൂറിസം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ കാണുന്ന സ്ഥലത്ത് വന്നാൽ മതി. കറക്റ്റ് ഡാർക്ക് ടൂറിസം ആണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അതായത് നടന്ന ഒരു ട്രാജഡി കാണാൻ വേണ്ടി എത്തിയ ആളുകളാണ് ഇതെല്ലാം. അതിനെ പറയുന്നത് ഡാർക്ക് ടൂറിസം എന്നാണ് കേട്ടോ. ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ നടന്നിട്ട് അത് കാണാൻ എത്തുന്ന ഒരു ഇത്. അതായത് അഡ്വഞ്ചർ ടൂറിസം ഉണ്ട്, ഡാർക്ക് ടൂറിസം ഉണ്ട്. അപ്പോൾ
ഒരു ഡാർക്ക് ടൂറിസം ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും സംഭവത്തിൽ കാണുന്നത്. ഇത്രയും ആളുകൾ ഇത് മരിച്ചു വീണ ഓരോ ആളുകളും 16 എണ്ണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ 16 അല്ല, അതിൽ കൂടുതലുണ്ട് കേട്ടോ. അത് ഞാൻ കറക്റ്റ് വായിക്കാത്തതുകൊണ്ടാണ്. ഇവിടെ ഓരോ ആളുകൾ മരിച്ച അവരുടെ ചിത്രങ്ങളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഓരോ ആളുകൾ അവരുടെ ഫാമിലിയൊക്കെ വന്ന് എനിക്ക് തോന്നുന്നു മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നതായിരിക്കണം. അന്നത്തെ ഇവർ എടുത്ത എന്താ പറയുക സ്പീക്കറും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എനിക്കൊന്ന് ഇദ്ദേഹമാണെന്ന് തോന്നുന്നു കേട്ടോ, ആ നോവ ഫെസ്റ്റിവലിൻ്റെ പാട്ടുകാരൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒക്ടോബർ 7 ഹമാസ് വന്ന് കൊലപ്പെടുത്തിയ ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ ഇല്ലേ, നോവ മ്യൂസിക് ഫെസ്റ്റിവൽ, അവിടെയാണ്. ആ ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെ നീണ്ടു കിടക്കുവാണ്. ഇവിടെയും പല ആളുകൾ വന്നിട്ട് എന്താ പറയുക ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓർഗനൈസേഷനൊക്കെ ആയിട്ട് എഡ്യൂക്കേറ്റേഴ്സ് ഫ്രം മൾഡോവ, എഡ്യൂക്കേറ്റേഴ്സ് ഫ്രം യുക്രൈൻ, അവരൊക്കെ വന്നിട്ട് ഒരു കൊടിയോ എന്തോ ഒരു മരമോ എന്തോ ഒക്കെ നട്ടിട്ട് അതിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇവിടെ വരുന്നവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ തിഫിലിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ട്രയലീസ് ഇൻ മെമ്മറി ഓഫ് ദ വിക്ടിംസ് ഓഫ് October 7 massacre. והוא לקח על עצמו, והוא נשבע שהוא יעשה כל מה שצריך וישקיע כמה כסף שצריך וכמה זמן שצריך כדי שכולם יקראו את הסיפור של הילדים שלהם. והוא עושה את זה ממש הבן אדם שבין הבן אדם יוצאים מהכסף שלו, משהו כבר ഡാർക്ക് ടൂറിസം എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നാൽ നമുക്ക് ചിലപ്പോൾ തലപ്രാന്ത് എടുക്കും കേട്ടോ. അതായത് 1ഉം 2ഉം പേരല്ല മരിച്ചു വീണത്. ആക്ച്വലി ഇപ്പോൾ ഇവരുടെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന രാജ്യമല്ലേ, അവരുടെ പല ആളുകളൊക്കെ മരിച്ചു വീണ കണ്ടപ്പം ബോംബിട്ട് എന്താ പറയുക കൊന്നതും അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നത് കണ്ടപ്പോൾ ഞാൻ നല്ലതുപോലെ കരഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യവും. അത് ഒരു മനുഷ്യനായിട്ട് മറ്റൊരു മനുഷ്യന്മാർ ഇങ്ങനെ മരിച്ചു വീഴുന്നത് കണ്ടതുകൊണ്ടാണ്. പക്ഷെ ഇത് ഒരു എന്താ പറയുക ഓരോ ആളുകൾ മരണപ്പെട്ടത്, അതിൻ്റെ ബുള്ളറ്റുകൾ അല്ലെങ്കിൽ ഓരോ ആളുകളുടെ പ്ലക്കാർഡുകൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് എന്തോ പോലെ കേട്ടോ, ഒരു മാനസികമായിട്ട് എന്തോ ഒരു, കാരണം വീടും ഇതൊക്കെ നഷ്ടപ്പെട്ടവർക്കും എത്രമേ അതിൻ്റെ വാല്യൂ അറിയാവും, മനസ്സിലായില്ലേ? അപ്പോൾ അതാ ഇതെല്ലാം മരണപ്പെട്ട ഓരോ ആളുകളുടെ ചിത്രങ്ങളാണ്. ഞാനിവിടെ റോഡിൽ കയറി ഹിച്ചയ്ക്കുമാണ്. ഗാസയിൽ വീഴുന്ന പൊട്ടലുകൾ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാം കേട്ടോ. ശ്രദ്ധിച്ചാല് ആ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ വലിയ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു ബോർഡറിന്റെ സ്ഥലത്തെത്തിയപ്പോ ഞാൻ ചാടി ഇറങ്ങി. അതായത് ഇവിടെ മറ്റേ അടികൂടുന്ന ജെറ്റിൽ പോയിട്ട് മറ്റേ ഇതൊക്കെ ആകാശത്ത് നിന്ന് വീഴുവാണ് കേട്ടോ. അതായത് ഇവിടെയല്ല വീഴുന്ന, ഗാസയിലാണ് വീഴുന്നത്. ഞാൻ വഴിയിലിറങ്ങി നടന്നു വന്നപ്പോ ഇവിടെ കുറച്ച് പെൺകുട്ടികളെ കണ്ടു. ഹായ്, ഷലോം. ഇറ്റ്സ് മലയാളം. Okay. You know Kochini? Where is it from? It's in India, Kerala. Okay. Southern part of India. My vlog. What are you guys doing here? We are going to the army next year. This is before the army. We're like getting ready mentally. Oh, that's nice. So you went to the 7th October place? Not really, but yeah, close. Close to that. ആർമിയിൽ പോകുന്നതിന് മുമ്പ് മാനസികമായിട്ട് റെഡിയാവാൻ വേണ്ടി ഈ യുദ്ധമേഖലകളിലും ഡാർക്ക് ടൂറിസം ഒക്കെ കാണാൻ വേണ്ടി വന്നതാണ്. Yeah, why not? Okay, big 10 shekel for one picture. Yeah, one picture. One picture, 10 shekel. Come on. That connection to that. Come on. Beautiful. Thank you. You can take around. What happened? Are you kidding me? It's a lot. Yo, 681 Yeah. thousand followers.
Yeah. It's a lot. You're popular. Yeah, I'm popular. Oh my God. Good luck. See you. ഞാനിപ്പോൾ ബോർഡറിന്റെ അടുത്ത് പോകാൻ വേണ്ടിയുള്ള ഒരു വില്ലേജിന്റെ അടുത്ത് എൻട്രി നിൽക്കുകയാണ്. തൊട്ടപ്പുറത്ത് ആർമി ചെക്ക് പോയിന്റ് ആണ്. അവിടെ നമുക്ക് കയറാൻ പറ്റില്ല. ദാണ്ടെ നഹൽ ഓസ് ഗാസയിലോട്ട് പോകുന്ന ബോർഡർ ക്രോസിംഗ് ആണ് ആ കാണുന്നത്. കണ്ടോ, ഇത് ബോർഡർ ക്രോസിംഗ് ആണ്. അപ്പോൾ പക്ഷേ എന്നെ അവർ കയറ്റി വിടില്ല. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും കയറാമെന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു ബമ്പർ അടിച്ചു. അതായത് ഞാനൊരു മലയാളിയുണ്ട്, അവരുടെ കൂടെയാണ് ഞാൻ ഇന്ന് മിക്കവാറും അഷ്കലോൺ എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവരെന്തോ ചിക്കൻ എടുക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ പോയാൽ എനിക്ക് ആ ഗ്രാമത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ, കിബൂട്ട്സിൻ്റെ ഉള്ളിലോട്ട് കയറാൻ കഴിയും. അപ്പോൾ അവരെ കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഹിച്ച് ഹൈക്കിങ് ഭയങ്കര കോമൺ ആണ്. എല്ലാവരും ലിഫ്റ്റ് അടിക്കുന്നുണ്ട് കണ്ടോ. അവരങ്ങനെ ലിഫ്റ്റ് അടിച്ച് വന്നിട്ടുണ്ട്. മലയാളികളാണ് കേട്ടോ, 2 ചേച്ചിമാരാണല്ലോ ഉള്ളൂ. ഹലോ, ഇതാണ് കേട്ടോ നമ്മുടെ മലയാളി ചേച്ചി. ചേച്ചി എപ്പോഴും ലിഫ്റ്റ് അടിക്കാറുണ്ടോ? എപ്പോഴും തന്നെ പരിപാടി. ചേച്ചിയുടെ കൊളീഗാണ് കേട്ടോ, മലയാളിക്കാരിയാണ്. വാട്ട്സ് യുവർ നെയിം? Insurance. Nice to meet you. You have insurance? Insurance. Insurance. Yeah. You have insurance in your name itself, so you don't need to pay more. Okay. ചേച്ചിയുടെ പേരെന്തായിരുന്നു? Alinda. അലിൻഡ. നാട്ടിലെവിടെയാ? ഇടുക്കി. ഇടുക്കി. ഓക്കെ, അപ്പൊ ഇനി പോവാം. അവിടെ ചെക്ക് പോയിന്റ് ഒക്കെ ഉണ്ട്, പോലീസ് പട്ടാളം. നമ്മളങ്ങനെ ഇവരുടെ കൂടെ നഹലിൽ പോവാണ്. ഞാൻ പോവായിരുന്ന സ്ഥലം നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നു ഇപ്പൊ. You wear black hats and everything. You must. Are you taking to Gaza? Let's go. അതിന്റെ അപ്പുറം നമ്മുടെ ജബലിയ എന്ന് പറയുന്ന സിറ്റിയാണ് കേട്ടോ ആ കാണുന്നത്. അതാണ് നമ്മുടെ ജബലിയ റെഫ്യൂജി ക്യാമ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് കുഴപ്പമില്ല. നമ്മളൊരു കിബൂട്ട്സിലോട്ട് വന്നിട്ടുണ്ട്. നമ്മള് വേറൊരു ഫാമിലോട്ട് ചിക്കൻ വാങ്ങാൻ എന്തിനാ വന്നാണ്? ചിക്കൻ വാങ്ങാൻ വേണ്ടി വന്നതല്ലേ? ഓ, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ എന്താ എങ്ങനെ പോകുന്നത്? എന്ത് കാരണമോ കിട്ടുന്നത് ഫ്രീ ആയിട്ട്? ഫ്രണ്ട് ആയതുകൊണ്ട്. ഫ്രണ്ട് ആയതുകൊണ്ട്. അവൻ ഈ ക്യാമ്പിലാണോ? ഓ, അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഉള്ളത് നിങ്ങൾക്ക് സുഹൃത്തുക്കളായോണ്ട് തരും. ആ, അടിപൊളി. ഇവിടെ എല്ലാരും അങ്ങനെയാണ്. നമുക്ക് പൊതുവെ ഇവിടെ ഇവരായാലും സ്റ്റേറ്റ് പീപ്പിൾ ആയാലും നമുക്ക് തരും. ഇപ്പൊ സമ്മർ കഴിഞ്ഞോളൂ. ഇപ്പൊ സമ്മറിലെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നല്ല അതും പ്രൈസ് ടാഗ് പോലും കളയാത്ത ഡ്രസ്സുകൾ ഉണ്ടാവും ഇവിടുത്തെ ഷോപ്പിൽ നിന്നൊക്കെ ഡയറക്റ്റ് വരുന്നതും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് എല്ലാം അതിൽ നമ്മൾ സെലക്ട് ചെയ്തെടുത്താൽ മതി. നല്ലത് നോക്കി നമുക്ക് ഇഷ്ടമുള്ളതോ എല്ലാം അവര് ഡ്രസ്സുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ സിറ്റികളിലാണെങ്കിൽ നമുക്ക് ഫുഡ് വരെ കിട്ടും. ഇവരെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പയറി ഡേറ്റ് ഒരാഴ്ച മുമ്പുള്ളതൊക്കെ ഇവരെടുത്ത് പുറത്ത് വെക്കും. അത് ചുമ്മാ വലിച്ചെറിയത്തില്ല. ഇപ്പൊ ഇവര് ഡ്രസ്സ് ആയാൽ പോലും ഉണ്ടല്ലോ തേച്ച് മടക്കി ഒക്കെ വെക്കത്തുള്ളൂ. പിന്നെ ആൾക്കാർ പോയി ഇങ്ങനെ എടുക്കുമ്പോഴുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. Hello. How are you, man? What's up? I'm good. What's your name? I'm Noel, and you are? Noel. Mahin. Mahim. Nice to meet You you. are also from Malawi? Yes. Which place? Probably the same. I mean, yeah, I know. I mean, Lilongwe. Lilongwe, capital? Yes. Oh, you're from capital city. I've been to Lilongwe. You've been to Lilongwe? Yeah. That's very nice. Yeah. Malawi, Lake Malawi. Yeah, I went there. Okay. Okay. Yes, Business. Yes, back to business. Yes. ഇവിടെ എന്താ വലിയ Probably you ബിസിനസ്. too can come with me. ഇതാണ് കേട്ടോ ഇവരുടെ വീട്. Good. Very good. Very good. Of course, it's kind of a mess, but അതെന്താ നിങ്ങളുടെ റൂം അത്ര മോശമാണോ? അയ്യോ, സോറി. ഭയങ്കര ബെറ്റർ ആണ് കേട്ടോ. എല്ലാം നല്ല സൗകര്യമുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ. Oh my god. You're a lucky boy. You are living alone here? alone. Wow. Too much lucky. പുള്ളിക്കാരൻ ഫ്രണ്ട്ഷിപ്പ് കണ്ടില്ലേ? പുള്ളിക്കാരൻ അവർക്ക് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത് ചിക്കനാണ് കേട്ടോ. What? You're going to kill the chickens for them. I will not kill. I'm not violent person, you know. I'm not either. I'm not either. ഇവിടെ കണ്ടില്ലേ ഇതുപോലത്തെ ഫാമില് തായ്ലൻഡിൽ നിന്നും ഉള്ള ആളുകളൊക്കെയാണ് കേട്ടോ പണിയെടുക്കുന്നത്. ഇസ്രായേലുകാരും ഉണ്ടാവും ഇവിടെ പണിയെടുക്കാനായിട്ട്. പക്ഷെ അവരെന്ന് പറഞ്ഞ ഒരു ഇത്ര മണിക്കൂറുകൾ ഒരു 5 മണിക്കൂർ ഇപ്പൊ മാസത്തിൽ അല്ലെങ്കിൽ ഒരു 15 ദിവസമായിരിക്കും അവർ പണിയെടുക്കുന്നത്. ഇസ്രായേലുകാര് അവർ പണിയെടുക്കും. അത് ഇതിന് മുമ്പ് കൂടുതൽ ഉണ്ടായിരുന്നു എവിടത്തെ ആരാ യുദ്ധത്തിന് മുന്നേ? പലസ്തീനും ഒക്കെ ആയിരുന്നു പറയുന്നത്. അല്ലാതെ പലസ്തീൻ അല്ലാതെ വേറെ ആരാ? വേറെ എനിക്ക് തായ്ലൻഡുകാരും മുന്നോട്ടുണ്ട്. തായ്ലൻഡുകാരും പലസ്തീൻകാരും മുന്നോട്ട് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ തായ്ലൻഡുകാരാണ്.
പോയതാണ്. ഇപ്പൊ തായ്ലൻഡിൽ പോയി, അതായത് ഇവിടെ ഉണ്ടായിരുന്നിട്ട് തിരിച്ച് യുദ്ധത്തിന്റെ സമയത്ത് പോയിട്ട് തിരിച്ചു വരുന്നവരുണ്ട് ഒരുപാട് പേര്. പുള്ളിക്കാരൻ ഇതിനെല്ലാം കൊന്നിട്ട് പുള്ളിക്കാരൻ ഇതിനെല്ലാം കൊന്നിട്ട് ഇത് പാക്ക് ചെയ്ത് ഇവർ രണ്ടുപേരും കൂടെ പോവുകയാണ് കേട്ടോ. ഞാനും ഇവരുടെ കൂടെ പോവാണ്. ഇതിന്റെ ജീവനോടെ കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് 35 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് ദൂരം. ഇവിടെ കണ്ണാടിയൊക്കെ വെച്ച് രക്തം കണ്ണിൽ വരാതിരിക്കാൻ വേണ്ടി ആക്കുവാണ് കേട്ടോ. ഞാൻ ഓൾറെഡി 3 കോഴിയെ കൊന്നു. വളരെ വിഷമമാണ് കേട്ടോ. പിന്നെ വെള്ളമൊക്കെ കൊടുത്താണ് കൊന്നത്. പുള്ളിക്കാരൻ ഇറക്കുന്നു, ഞാൻ പടപടയെ കൊല്ലുന്നു. We are doing good thing. Let's start a chicken business now. Yeah, we do each other business. അപ്പൊ ബാക്കി ഞാൻ ആകട്ടെ 10 ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ കഴുകുന്നു, പറക്കുന്നു, പെട്ടെന്ന് ചെയ്യാം. ഓക്കെ ചേച്ചി. ഇവിടെ ഒരു കൊലപാതകം നടക്കുമ്പോ അവിടെ വേറെ കൊലപാതകങ്ങൾ നടക്കുവാണ്. ഇതാ എന്റെ അമ്മ. അവിടെ ഗാസയിൽ തൊട്ടപ്പുറത്താണ് കേട്ടോ. 1 കിലോമീറ്റർ ഉണ്ട് ഗാസ. അവിടെ ജബലിയ ക്യാമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അവിടെ ഇങ്ങനെ ബോംബ് വീണോണ്ടിരിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരൻ യൂസ് ടു ആയെന്നാണ് കേട്ടോ. ഡെയിലി കേട്ട് എനിക്ക് ഈ ചിക്കനും കൂടെ അറുത്തോണ്ട് ഇരിക്കുന്നിട്ട് ഈ സൗണ്ട് കൂടെ കേൾക്കുമ്പോൾ എന്തോ പോലെ. യു ആർ യൂസ് ടു ദിസ് ബ്രോ? Yeah, but then not the killing of people, but then the sound of bomb. Sound of bombs. I've been here for more than a year, so I know what it feels like. But then if it comes to the killing, I mean, it's not right. ഞാനിന്ന് October 7 അതും കൂടെ കണ്ടു. പിന്നെ ഈ സൗണ്ട് കൂടെ കേട്ടപ്പോൾ എൻ്റെ അമ്മ, മാരകമായിട്ടുള്ള ബോംബുകൾ വീഴുന്ന സൗണ്ട്. അതാ ഇങ്ങനെ സൈറം പോകുന്നു, ഇത് പോകുന്നു, എയറോപ്ലെയിനുകൾ പറക്കുന്നു. എന്തോ അവിടെ ബസ് കാർഡ് ഇല്ലേ നമ്മുടെ, ഇത് നമുക്ക് മൊബൈലിന്റെ അടിയിൽ തന്നെ വെച്ചാൽ നമുക്കത് പാസ് ആ ചിപ്പ് വെച്ച് മൊബൈലിലാക്കിയാൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് ബാലൻസ് ഈ അക്കൗണ്ടിൽ കാണിക്കും. മനസ്സിലായില്ലേ? ബാലൻസ് എത്ര ഉണ്ടെന്നൊക്കെ കാണിക്കും സംഭവം. 50 ശക്കലിന് ചെയ്തു. 63 രൂപ ബാലൻസ് ഉണ്ട്. ഡെയിലി ബസ് പാസ് എല്ലാം അങ്ങനെ എടുക്കാം. 225 കിലോമീറ്റർ ഇത്ര രൂപ, ചിലപ്പോൾ 39 ഷെക്കൽ, 56 ഷെക്കൽ. ഞാൻ ഒരു ദിവസം എടുത്തിരുന്നു. ഒരു ദിവസം ഞാൻ 25 ഷെക്കലിന് 40 കിലോമീറ്റർ അൺലിമിറ്റഡ്. പിന്നെ 1 അവറിനുള്ളിൽ നമ്മളിപ്പോ പോയി റിട്ടേൺ വരുവാണെങ്കിൽ നമുക്ക് ബസ് ചാർജ് അവരെ എടുക്കുകയില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയി, നമ്മളിപ്പോ ടെലവീവോ പോയി, ആ നെക്സ്റ്റ് ബസ് 1 അവറിനുള്ളിൽ നമ്മൾ തിരിച്ച് റിട്ടേൺ ബസ്സിന് കയറി കഴിഞ്ഞാൽ നമുക്ക് അവര് പേയ്മെന്റ് ഇല്ല. അവര് കട്ട് ചെയ്യത്തില്ല. എല്ലാ ബസ്സിനും ആണെങ്കിൽ അറിയത്തില്ല, അത്ര ക്ലിയർ ആയിട്ടില്ല. പക്ഷെ നമ്മുടെ അങ്ങനെയാണ്, കട്ട് ചെയ്തിട്ടില്ല. നമ്മളിപ്പോ ഡയറക്റ്റ് കയറുമ്പോൾ ചിലപ്പോൾ അവര് കട്ട് ചെയ്യില്ല. ചിക്കൻ വാങ്ങാൻ പോയി നമ്മള് അവസാനം ഇവരുടെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ.